അപ്പൊ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അണ്ണാത്തയ്ക്ക് ശേഷം ശിവയുടെ ഡയറക്ഷനിൽ സൂര്യ, ബോബി ഡിയോൾ എന്നിവർ പ്രധാന കഥാപാത്രങ്ങളായി വരുന്ന ഏറ്റവും പുതിയ പീരീഡ് ആക്ഷൻ ഡ്രാമ മൂവിയാണ് കങ്കുവ. അനൗൺസ്മെന്റ് വീഡിയോ, ട്രെയിലർ, ടീസർ, പോസ്റ്റർ എന്നിവ കൊണ്ടല്ല സിനിമയ്ക്ക് നല്ല ഹൈപ്പ് ഉണ്ടാക്കാൻ സാധിച്ചതുകൊണ്ട് തന്നെ എന്നിലെ പ്രേക്ഷകന് ഈ സിനിമ കാണാൻ വലിയൊരു പ്രതീക്ഷ തന്നെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ആ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ ആ പ്രതീക്ഷയെ പറ്റി ചോദിക്കുകയാണെങ്കിൽ എനിക്ക് ഒറ്റ വാക്കേ ഉത്തരം പറയാൻ പറ്റുള്ളൂ: നല്ല വെറുപ്പീരപ്പെടും. അണ്ണാതെ സിനിമ പിടിച്ച് കൈപൊള്ളിയ ശിവ ഈ സിനിമയിലേക്ക് എത്തിയപ്പോൾ തന്റെ രീതിയിലുള്ള മാറ്റങ്ങളെല്ലാം വരുത്തി കുറച്ചുകൂടി സിനിമയിൽ ഫോക്കസ് ചെയ്തിട്ട് അവയെ നല്ല രീതിയിൽ മികച്ചതാക്കുമെന്ന് പ്രതീക്ഷിച്ച് എനിക്കാണ് തെറ്റിയത്. അണ്ണാത്തയിൽ എവിടെ വെച്ച് എത്തിയോ അവിടെ വെച്ച് തന്നെയാണ് കങ്കുവ തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. എസ്പെഷ്യലി ഈ സിനിമയുടെ ആദ്യ 15 മിനിറ്റ് ഏതൊരു പ്രേക്ഷകനാണോ കണ്ടു തീർക്കുന്നത് അവർക്ക് ഏറ്റവും കൂടുതൽ സഹനശക്തിക്കുള്ള അവാർഡ് തന്നെ നൽകണമെന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യം. കാരണം ഞാൻ ആ ഒരു അവാർഡിന് ഏറ്റവും കൂടുതൽ അർഹനാണെന്നാണ് സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. 2 കാലഘട്ടങ്ങളുടെ കഥ അറിയുന്നതാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയെങ്കിൽ പോലും ഈ സിനിമ തുടങ്ങുന്നത് മോഡേൺ കാലഘട്ടത്തിലാണ്. ആ കാലഘട്ടത്തിൽ യോഗി ബാബു, സൂര്യ, ദിശ പട്ടാണി, റെഡി കിങ്സ്ലി, KS രവികുമാർ എന്നിവരെ കാണിച്ചിട്ട് തുടങ്ങുന്ന വെറുപ്പിക്കൽ ആദ്യ ഒരു 20 മിനിറ്റ് വരെ നീണ്ടു നിൽക്കും. അത് ഒരു തരത്തിൽ പോലും എന്നിലെ പ്രേക്ഷകനെ എനിക്ക് സഹിച്ചു നിൽക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. വളരെ ലൗഡായ കോമഡി എന്ന വ്യാജനുള്ള സീനുകളും അത് പെർഫോം ചെയ്ത രീതിയിലെല്ലാം കാണുമ്പോൾ എനിക്ക് വളരെയധികം ദേഷ്യമാണ് സത്യം പറഞ്ഞാൽ ഉണ്ടായിട്ടുണ്ടായിരുന്നത്. ആ സീനുകളെ ഫാസ്റ്റ് കട്ട്സ് കൊണ്ടും ട്രാൻസിഷൻ സീനുകൾ കൊണ്ടും രക്ഷിക്കാൻ നിശാന്ത് ശ്രമിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും വളരെയധികം മോശമായിട്ടാണ് അവയെല്ലാം ഭാവിച്ചിട്ടുണ്ടായിരുന്നത്. തുടക്കത്തിലുള്ള ഈ അപരാധങ്ങൾക്ക് ശേഷം പിന്നീട് സിനിമ പോയിട്ടുണ്ടായിരുന്നത് പഴയ കാലഘട്ടത്തിലേക്കായിരുന്നു. അവിടെ വെച്ച് കങ്കുവയും അവിടെയുള്ള ഗോത്രവർഗ്ഗക്കാരെയും എല്ലാം കാണിച്ച് സിനിമ കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആവുന്ന കാഴ്ച എനിക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. എന്നാൽ ആ പ്രതീക്ഷയെല്ലാം വളരെ പെട്ടെന്ന് തന്നെ മാഞ്ഞു പോവുകയും സിനിമ കൂടുതൽ വേഗത്തിൽ പറയാനുമാണ് ഡയറക്ടർ ശ്രമിച്ചിട്ടുണ്ടായിരുന്നത്. അതിനെക്കൊണ്ട് തന്നെ ഒരു ഇമോഷണൽ കണക്ട് എന്ന പ്രേക്ഷകന് ഒരിക്കലും ഈ സിനിമ വഴി ഉണ്ടാക്കാൻ തന്നെ സാധിച്ചിരുന്നില്ല. ഒരു ഇമോഷണൽ കണക്ട് ഉണ്ടാക്കാനുള്ള ടൂളായി ഒരു കുട്ടിയെ പ്രസന്റ് ടൈമിലും പാസ്റ്റ് ടൈമിലും ഉപയോഗിച്ചെങ്കിൽ പോലും അവയെല്ലാം വളരെ സർഫേസ് ലെവലിൽ മാത്രമാണ് സിനിമ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് മാത്രമല്ല, പ്രസന്റ് ടൈമിൽ കാണിക്കുന്ന കുറച്ച് എക്സ്പെരിമെന്റ് സീനുകളെല്ലാം എനിക്ക് വൻ കോമഡി ആയിട്ടാണ് തോന്നിയിട്ടുണ്ടായിരുന്നത്. സത്യം പറഞ്ഞ ഇങ്ങനെയെല്ലാം പറയേണ്ടി വരുന്നത് എനിക്ക് നല്ല സങ്കടമുണ്ട്. ഒരുപാട് കാലമായി സൂര്യ എന്ന ആക്ടറുടെ ഒരു തിയേറ്ററിക്കൽ ഹിറ്റ് കാണാൻ ആസ് എ വിജയ് ഫാൻ ഞാനും ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അങ്ങനെ വന്ന് പെട്ടത് ഇതുപോലൊരു അപരാധത്തിലാണെന്നാണ് ഏറ്റവും വലിയ സങ്കടകരമായ ഒരു കാര്യം. സൂര്യയുടെ കങ്കു എന്ന ക്യാരക്ടറും അതോടൊപ്പം ബോബി ഡിയോളുടെ കുതിര എന്ന ക്യാരക്ടറും നല്ല രീതിയിൽ തന്നെ അവർ പെർഫോം ചെയ്തപ്പോൾ സൂര്യയുടെ തന്നെ ഫ്രാൻസിസ് എന്ന ക്യാരക്ടറും അതോടൊപ്പം ദിശ പട്ടാനി, യോഗി ബാബു, KS രവികുമാർ, റെഡി കിങ്സ്ലി, കോവെ സരള എന്നിവരെല്ലാവരും വളരെയധികം വെറുപ്പിച്ച രീതിയിലുള്ള ഓവർ ദ ടോപ്പ് പെർഫോമൻസ് ആണ് സിനിമയിലൂടെ നമ്മൾ കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത്. ടെക്നിക്കൽ സൈഡിലേക്ക് വരികയാണെങ്കിൽ വെട്രി പളനിസ്വാമിയുടെ സിനിമാറ്റോഗ്രാഫി ആ കാലഘട്ടത്തെയും ആ ഭൂപ്രകൃതിയും നല്ല രീതിയിൽ തന്നെ എക്സ്പ്ലോർ ചെയ്യാൻ ശ്രമിച്ചെങ്കിൽ പോലും VFX രംഗങ്ങളിലെ ചില പാകപ്പിഴകൾ ആ ഭംഗി ചെറുതായി കുറയ്ക്കുന്ന പോലെ തന്നെയായിരുന്നു എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. നിഷാദ് യൂസഫിന്റെ എഡിറ്റിംഗ് സിനിമയ്ക്ക് അനാവശ്യമായ ഒരു ഫാസ്റ്റ് പേസ് നൽകുന്നുണ്ടെങ്കിൽ പോലും പ്രസന്റ് ടൈമിൽ കാണിച്ച ചില ട്രാൻസിഷൻ സീനുകളും അതോടൊപ്പം വരുന്ന എഡിറ്റിംഗ് ടെക്നിക്സും എല്ലാം തല്ലുമാലയുടെ റെപ്ലിക്കയായി തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. എന്നാൽ ആക്ഷൻ സീനുകളിലെല്ലാം ഈ എഡിറ്റിംഗ് വളരെയധികം എഫക്റ്റീവ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. ദേവിശ്രീ പ്രസാദ് ഈ സിനിമയ്ക്ക് വേണ്ടി ചെയ്തു വെച്ച മ്യൂസിക് ആയാലും BGM ആയാലും വളരെ മികച്ചതായിരുന്നെങ്കിൽ പോലും യോലോ എന്ന സോങ് വളരെയധികം മോശമായിട്ടായിരുന്നു സിനിമയിൽ പ്ലേസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്തായാലും സൂര്യയുടെ നല്ലൊരു തിരിച്ചുവരവ് കാത്തിരുന്ന പ്രേക്ഷകർക്കുള്ള 8ന്റെ പണിയുമായിട്ടാണ് ഈ ശിശുദിനത്തിൽ ശിവ വന്നിട്ടുണ്ടായിരുന്നത്. നല്ലൊരു പ്രിമൈസ് ഉണ്ടായിട്ട് പോലും ലാക്ക് ഓഫ് കൺവിക്ഷൻ ഒന്നുകൊണ്ട് മാത്രമാണ് ഈ സിനിമ ഇത്രയും മോശമാകാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. ഈ പറഞ്ഞതെല്ലാം എൻ്റെ അഭിപ്രായം മാത്രമാണ്. നിങ്ങളുടെ അഭിപ്രായം മറ്റൊന്നായിരിക്കാം. അതെല്ലാം കമന്റ് ബോക്സിൽ അറിയിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഈ വീഡിയോ ഞാൻ അവസാനിപ്പിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണും വരെ ഗുഡ് ബൈ.